ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ രുചിയിൽ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ വട്ടയപ്പം മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിറയെ സുഷിരങ്ങളൊക്കെ ആയിട്ട്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന വട്ടയപ്പത്തിന് കുറച്ച് മധുരം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഒരു 4-5 തവണ വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു 4 മണിക്കൂർ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി കപ്പി കാച്ചി എടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇളക്കം നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി കട്ടയായി പോകും. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കാം. കപ്പി കാച്ചാതെയും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കപ്പി കാച്ചിയിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് രുചി കിട്ടുന്നത്. പിന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചോറ് ചേർത്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചോറ് ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയെടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ഉള്ളിലുള്ള ബ്രൗൺ കളറിലുള്ള പാർട്ടില്ലേ, അത് വീഴാൻ പാടില്ല. വെള്ള കളറിലുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. ബ്രൗൺ കളറിലുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ കളറ് തന്നെ മാറിപ്പോകും. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കപ്പി കാച്ചിയത് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല. തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കാണാം തേങ്ങയുടെ തരിതരിപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ. പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാവില്ലേ, അതിൻ്റെ ഒരു കട്ടിയിലായിരിക്കണം ഈ ഒരു മാവിൻ്റെ രീതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 6 മണിക്കൂർ സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷമുള്ള ഒരു സ്ഥിതിയാണിത്. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പാത്രം വെച്ചിരുന്നു. മാവ് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്കാണ് വീണിരുന്നത്. അല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കാണാം ഹോൾസൊക്കെ. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മാവ് പെട്ടെന്ന് തന്നെ അടിയിലോട്ട് പോകുന്നത് കാണാം. അതുകൊണ്ട് മെല്ലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ മാവിൽ ഒന്നും ചേർക്കാനില്ല, എല്ലാം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ചെറുതായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ കൈ വെച്ച് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഹോൾസുള്ള ഒരു തട്ട് വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് വെച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ വട്ടയപ്പം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇനി നമുക്കത് പുറത്തേക്ക് എടുത്ത് വെക്കാം. തണുക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും പുറത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള 2 വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. ഈ വട്ടയപ്പം നമുക്ക് തേങ്ങാപ്പാൽ പഞ്ചസാര ചേർത്ത് അതിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, മധുരമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ ബായ്.